രാഹുൽ മാജിക്. അങ്ങനെയാണ് വോട്ടർ അധികാർ യാത്ര കടന്നുപോയ വഴിയിൽ തടിച്ചുകൂടിയ വലിയ ജനക്കൂട്ടത്തെ കോൺഗ്രസും മഹാസഖ്യവും വിശേഷിപ്പിച്ചത്. പക്ഷേ ഭാരത് ജോഡോ യാത്രയിലെ മാജിക് ബീഹാറിൽ ആവർത്തിച്ചില്ല. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരായ വോട്ട് ചോരി ആരോപണം സാധാരണക്കാരായ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിനായില്ല, മഹാസഖ്യത്തിനും കഴിഞ്ഞില്ല. പ്രണബ് മുഖർജിയെയും അഹമ്മദ് പട്ടേലിനെയും എല്ലാം പോലെ ഒരു പരിണതപ്രജ്ഞനായ സ്ട്രാറ്റജിസ്റ്റിൻ്റെ അഭാവമാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ന്യൂനത. രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥതയെ RDS കുറച്ച് കാണുന്നില്ല. പക്ഷേ കുളത്തിൽ ചാടുന്നതൊന്നും പുതിയ കാലത്ത് വോട്ട് കൊണ്ടുവരില്ല എന്ന് ഈ ബീഹാർ അനുഭവം രാഹുലിന് തിരിച്ചറിവുണ്ടാകട്ടെ. പഴയ പ്രതാപകാലത്തിൻ്റെ തഴമ്പിലുള്ള വല്യേട്ടൻ മനോഭാവവും അവരിന് മാറ്റുമായിരിക്കും. പ്രാദേശിക പാർട്ടികളെ കേൾക്കാനും പ്രാദേശിക സ്വഭാവത്തിനനുസരിച്ച് മാറാനും അവർ തയ്യാറായില്ലെങ്കിൽ ഇനിയും അതൊക്കെ തന്നെ ആവർത്തിക്കും. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം രക്തത്തിൽ പേറുന്ന കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്ക് മാത്രം പൂരിപ്പിക്കാനാകുന്ന ഒരു റോൾ ഇന്നുമുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു. രാജ്യമാകെ പടർന്നു കിടക്കുന്ന ഒരു പാർട്ടിയെന്ന് ഇപ്പോഴും വേണമെങ്കിൽ വിശദീകരിക്കാം. കോൺഗ്രസിനെ നെഞ്ചേറ്റിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്നേഹവും പ്രതീക്ഷയും ഇന്നും ആ സംഘടനയോടൊപ്പം ഉണ്ട് എന്നും കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നു. തെറ്റുകൾ തിരുത്തി ഈ കിട്ടിയ വമ്പൻ തിരിച്ചടിയിൽ നിന്നും തിരിച്ചുയർക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നവരുണ്ട്.